إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 73-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വലഇൻ അസ്വാബകും ഫളിലും മിനല്ലാഹ് വലഇൻ അസ്വാബകും ഫളിലും മിനല്ലാഹി അല്ലാഹുവിങ്കൽ നിന്നുള്ള വല്ല അനുഗ്രഹവും അല്ലെങ്കിൽ ഔദാര്യവും നിങ്ങൾക്ക് ബാധിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ യുദ്ധാനന്തര മുതലുകൾ പോലെയുള്ള ഗനീമത്ത് മുതൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആ മുനാഫിക്കുകളുടെ വർത്തമാനം നോക്കൂ നിങ്ങൾ. ലയഖൂലന്ന അവർ പറയുക തന്നെ ചെയ്യും കഅല്ലം തകുൻ ബൈനകും വബൈനഹു മവദ്ദത്തുൻ നിങ്ങൾക്കിടയിലും അവന്റെ ഇടയിലും യാതൊരു തരത്തിലുള്ള മവദ്ദത്ത് സ്നേഹബന്ധങ്ങളും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു വർത്തമാനം പറയും. കാരണം മുൻ പരിചയമേ ഇല്ലാത്ത രൂപത്തിൽ പറയും. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ആ മുനാഫിക്കുകളുടെ നേതാവാണ് ആ പറയുന്നതെന്നാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. യാ ലൈതനീ എന്നാണ് അവൻ പറയുക. ഞാനായെങ്കിൽ എത്ര നന്നായേനെ എന്നുള്ള രൂപത്തിലുള്ള യാ ലൈതനീ എന്നവൻ പറയും. കുന്തു മഅഹും അവരുടെ കൂടെയായിരുന്നുവെങ്കിൽ, ഞാൻ അവരുടെ കൂടെയായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ കൂടെ ഞാനായിരുന്നുവെങ്കിൽ, ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ എനിക്കും ഇതുപോലെയുള്ള അല്ലാഹുവിങ്കൽ നിന്നുള്ള ഔദാര്യമായി പലതരത്തിലുള്ള ഗനീമത്ത് മുതലും ലഭിക്കുമായിരുന്നുവല്ലോ എന്നുള്ള ഒരു ആശങ്കയാണ് അവൻ പങ്കുവെക്കുന്നത്. മഹത്തായ ആ ഭാഗ്യം എനിക്കും ലഭിക്കുമായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അത്തരം ഭാഗ്യം എനിക്ക് ലഭിക്കുമായിരുന്നുവല്ലോ എന്നാണ് ആ വ്യക്തി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ആ കടുത്ത മുനാഫിക്കുകളുടെ ആ നേതാവാകുന്ന ആ അങ്ങേയറ്റം വഴിപിഴച്ച ആ മുനാഫിക്കാണ് ഈ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആ രൂപത്തിൽ മുഅ്മിനീങ്ങൾക്ക് വല്ലതും അനുഗ്രഹം അല്ലാഹുവിങ്കൽ നിന്നും ലഭിക്കുമ്പോൾ അതുപോലത്തത് എനിക്ക് ലഭിച്ചില്ലല്ലോ, ഞാൻ അവരുടെ കൂടെയായിരുന്നുവെങ്കിൽ എനിക്കും അത് ലഭിക്കുമായിരുന്നുവല്ലോ എന്നുള്ള ഒരു ആശങ്കയാണ് അവർ പങ്കുവെക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ആയത്തിൽ കൂടി പഠിപ്പിച്ചു തരുന്നത്. മുനാഫിക്കുകളുടെ ചെയ്തി. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.